വെൽക്കം ടു ലിസബത്ത് സോൾഡ്. ഇന്ന് ഞാൻ വന്നിരിക്കുന്ന ഒരു കുക്കിംഗ് വീഡിയോ ആയിട്ടല്ല കേട്ടോ. ഞാനിന്ന് ഒരു അലോവേര ജെല്ല് ഉണ്ടാക്കാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അലോവേരയുടെ ജ്യൂസ് എടുത്തിട്ട്, അതുകൊണ്ട് നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങുന്ന പോലത്തെ ഉള്ളൊരു ജെല്ല്. അപ്പോൾ അതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മൾ ഈ ജെല്ല് ശരിക്കും പുറത്തു നിന്നൊക്കെ നമ്മൾ വാങ്ങുമ്പം അതിൽ ശരിക്കും ജ്യൂസ് ഉണ്ടാവുമെന്നറിയില്ല. അലോവേരയുടെ ജ്യൂസ് വെള്ളം തന്നെയാണെങ്കിലും നമുക്ക് ഇതുപോലെ ജെല്ലാക്കി എടുക്കാവുന്നേ ഉള്ളൂ. അപ്പോൾ പുറത്തുനിന്നൊക്കെ മേടിക്കുമ്പോൾ ധാരാളം മായമൊക്കെ ഉണ്ടാവും, നമുക്കത് വിശ്വസിക്കാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് വീട്ടിൽ അലോവേര ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമ്മുടെ അടുത്ത വീട്ടിലൊക്കെ അലോവേര ഉണ്ടാവുമല്ലോ, അപ്പോൾ ഒരു തണ്ട് മേടിച്ചാൽ മതി. അത് നമുക്ക് കുറേ നാളത്തേക്ക് ഉപയോഗിക്കാനുള്ള ജെല്ല് തയ്യാറാക്കാൻ പറ്റും. അപ്പോൾ എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അലോവേര കട്ട് ചെയ്ത് കഴിഞ്ഞ് നമ്മളിതുപോലെ വെള്ളത്തിലിട്ട് വയ്ക്കണം. എന്തിനാണെന്ന് വെച്ചാൽ അതിലൊരു മഞ്ഞ കറ ഉണ്ടാവും. അപ്പോൾ ആ കറ മുഴുവൻ പോകണമെങ്കിൽ ഒരു 3-4 മണിക്കൂറെങ്കിലും നമ്മളിതുപോലെ വെള്ളത്തിലിട്ട് വയ്ക്കുക. അതിനുശേഷം വേണം നമ്മളിതിൽ നിന്ന് ജെല്ലെടുക്കാനായിട്ട്. അപ്പോൾ ഈ കറ കളഞ്ഞില്ലെങ്കിൽ എന്താ കുഴപ്പമെന്ന് വെച്ചാൽ, നമ്മൾ ഈ ജെല്ലൊക്കെ ഉണ്ടാക്കി കഴിയുമ്പം ഫേസിലൊക്കെ തേച്ച് കഴിയുമ്പം ചൊറിച്ചിലുണ്ടാവാൻ ചാൻസ് ഉണ്ട്. ഇത് ഞാൻ വെള്ളത്തിലിട്ട് വെച്ചിട്ട് ഒരു 4-5 മണിക്കൂറായി. ഇനിയിപ്പോൾ ഇത് നമുക്ക് ഇതിൽ നിന്ന് എടുക്കാം. എടുത്തിട്ട് നല്ല വൃത്തിയായിട്ട് തുടച്ചെടുക്കണം. ഒട്ടും വെള്ളമയം പാടില്ല. എടുത്തു വെച്ചിരിക്കുന്ന 2 തണ്ടും നമുക്കിതുപോലെ ടിഷ്യൂവോ അല്ലെങ്കിൽ തുണിയോ എടുത്തിട്ട് നല്ലതുപോലെ തുടച്ചെടുക്കാം. ഇനി നമുക്കിതിൻ്റെ ജെല്ലെടുക്കാം. ജെല്ലെടുക്കാനായിട്ട് ആദ്യം ഞാൻ എടുക്കുന്നത് എങ്ങനെയാണ് കേട്ടോ, ഇങ്ങനെ ചെറിയ പീസാക്കാം. ആദ്യം ഒരു സൈഡ് കട്ട് ചെയ്ത് കളയും. എനിക്ക് ഈ രീതിയിൽ ജെല്ലെടുക്കുന്നതാണ് കൂടുതൽ എളുപ്പമായിട്ട് തോന്നിയേക്കുന്നത്. നിങ്ങൾക്ക് ഇനി വേറെ രീതിയിലാണ് നിങ്ങൾ എടുക്കുന്നതെങ്കിൽ ആ രീതിയിൽ എടുത്താൽ മതി. എങ്ങനെയായാലും കുഴപ്പമില്ല, നമുക്ക് ജെല്ല് വേണം, അത്രയേ ഉള്ളൂ. ഇതിൻ്റെ സ്കിന്ന് മുഴുവൻ കളയണം, ഒട്ടും പച്ച പാടില്ല കേട്ടോ. ഇതുപോലെ എല്ലാം എടുക്കാം. ഉണ്ടോ, ഇതുപോലെ ജെല്ലെടുക്കണം. ജെല്ലെടുക്കുന്ന സമയത്ത് അതിൽ യെല്ലോ ദ്രാവകം ഉണ്ടല്ലോ, അത് വരുവാണെങ്കിൽ നമ്മൾ തുണിയോ ടിഷ്യൂ എടുത്തിട്ട് നന്നായിട്ട് തുടച്ചെടുക്കണം. പിന്നെ അത് കഴുകാൻ പാടില്ല. ഞാനിന്ന് 2 തണ്ടിൻ്റെ ജെല്ലാണ് എടുക്കുന്നത്. അപ്പോൾ ഇതുപോലെ ബാക്കിയുള്ള തണ്ടിൻ്റെ ജെല്ല് നമുക്ക് എടുക്കാം. ജെല്ലെല്ലാം എടുത്തു കഴിഞ്ഞു. നമുക്കിത് ജാറിലിട്ട് അടിച്ചെടുക്കാം. നല്ലപോലെ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഒന്ന് ഒരു അരിപ്പയിലേക്ക് ഇടാം. ബാക്കിയുള്ളതും കൂടെ നമുക്ക് ഇതുപോലെ അടിച്ചെടുക്കാം. ഇപ്പോൾ 2ാമത്തെ ട്രിപ്പും അടിച്ചെടുക്കും. മിക്സിയിൽ അടിച്ചെടുത്ത ജ്യൂസ് ഒരരിപ്പ് എടുത്ത് ഇതുപോലെ നമുക്കതിൽ അരിച്ചെടുക്കാം. ഇപ്പോൾ ജ്യൂസെല്ലാം പോകുന്നു കണ്ടോ, കുറച്ച് തരിയൊക്കെ കെട്ടി ഇത് മാറ്റിക്കളയാം. ഇപ്പോൾ ജ്യൂസെല്ലാം ഞാനിവിടെ അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് തിളപ്പിച്ചെടുക്കണം. അധികം തിളയ്ക്കണ്ട, ഒന്ന് തിളച്ച് വന്നു കഴിയുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യണം. ഇത് തിളപ്പിക്കണം എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജെല്ലല്ലേ, നമ്മൾ കുറച്ച് ദിവസം വെക്കേണ്ടതുണ്ട്. അപ്പോൾ ഇതിൽ ബാക്ടീരിയ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ചാകാൻ വേണ്ടിയിട്ടാണ് നമ്മളിതൊന്ന് തിളപ്പിച്ചെടുക്കുന്നത്. ആദ്യം ലോ ഫ്ലെയിമിൽ വെക്കാം. അത് കഴിഞ്ഞിട്ട് കുറേശ്ശെ ഫ്ലെയിം കൂട്ടി കൊടുത്താൽ മതി. അപ്പോൾ നല്ലതുപോലെ തിളച്ച് കഴിയുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇപ്പം നല്ലതുപോലെ തിളച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇത് നമുക്കൊന്നും കൂടെ അരിച്ചെടുക്കണം. ഒട്ടും വെള്ളമയം പാടില്ല കേട്ടോ. അരിപ്പയിൽ പാത്രത്തിലൊന്നും വെള്ളമയം പാടില്ല. വേണ്ടോ, ഇത് നമുക്ക് കളയാം. ഇത് 200 ml ജ്യൂസ് ഉണ്ട്. ഇനി നല്ലതുപോലെ തണുക്കണം. തണുത്തതിന് ശേഷം ബാക്കി നമുക്ക് ചെയ്യാം. ജെല്ല് തയ്യാറാക്കാനായി ഇനി കുറച്ച് ഇൻഗ്രീഡിയൻസ് ഒക്കെ ആവശ്യമുണ്ട്. അപ്പോൾ അതിൽ ആവശ്യം മെയിനായിട്ട് വേണ്ടത്, അതൊന്ന് തിക്കാവണമല്ലോ, ജെല്ലായി വരണ്ടേ.
അതിനായിട്ട് ഉപയോഗിക്കുന്ന 3-4 സാധനങ്ങളുണ്ട്. ഞാനിവിടെ ഉപയോഗിക്കുന്നത് സാന്തൻ ഗമ്മാണ്. അപ്പോൾ ഇത് പല രീതിയിൽ നമുക്ക് തയ്യാറാക്കാം. ചിലർ ചൈന ഗ്രാസ് ഉപയോഗിക്കാറുണ്ട്, അതുപോലെ കാർബോപോൾ പൗഡറുണ്ട്, പിന്നെ ജലാറ്റിൻ, ഇങ്ങനെ പല രീതിയിലുള്ള സാധനങ്ങൾ നമ്മൾ ഉപയോഗിക്കാറുണ്ട്. ഇതാണ് സാന്തൻ ഗം. അപ്പോൾ ഇത് ഞാൻ ഓൺലൈൻ വരുത്തിയതാണ് കേട്ടോ. ഈ ഗമ്മെന്ന് കേൾക്കുമ്പം നമ്മളത് പേടിക്കേണ്ട ആവശ്യമില്ല. അത് ഷുഗറൊക്കെ ഫെർമെൻറ്റ് ചെയ്ത് എന്നിട്ടത് പൗഡറാക്കുന്നതാണ്. അപ്പോൾ അത് ദോഷമുള്ളതല്ല. ഫുഡ് ഐറ്റംസിലൊക്കെ ഉപയോഗിക്കുന്നതാണ്. ഈ ബേക്കറി ഐറ്റംസിലെല്ലാം ഉപയോഗിക്കുന്ന ഒരു പൗഡറാണ്. ഇവിടെ നമ്മൾ എടുക്കേണ്ട സാന്തൻ ഗം 1 ടീസ്പൂണാണ്. 200 ml ജ്യൂസ് ഉണ്ട്, അപ്പോൾ 1 ടീസ്പൂൺ വേണം. അപ്പോൾ അന്നേരം ജെല്ല് ഒരു നല്ല തിക്കായിരിക്കും. അപ്പോൾ അത്രയും തിക്കാവണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ 3/4 ടീസ്പൂൺ ഇട്ടാലും മതി. 1 ടീസ്പൂൺ സാന്തൻ ഗം 1 ടേബിൾ സ്പൂൺ ഗ്ലിസറിനിൽ ആദ്യം ഒന്ന് ലയിപ്പിക്കണം. ഗ്ലിസറിനിലാണ് അത് നല്ലോണം ലയിക്കുക. റോസ് വാട്ടറോ അല്ലെങ്കിൽ ജ്യൂസോ എടുത്തു കഴിഞ്ഞാൽ അത് ലയിക്കാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഗ്ലിസറിൻ തന്നെ വേണം. കുറച്ചുകൂടെ ഗ്ലിസറിൻ വേണമെങ്കിൽ നമുക്ക് വീണ്ടും അത് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അത് നല്ലപോലെ മിക്സ് ചെയ്തിട്ട് വേണം നമ്മളത് ജ്യൂസിൽ ഒഴിച്ച് കൊടുക്കാൻ. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഗ്ലിസറിൻ ഒഴിച്ച് മിക്സ് ചെയ്യാം. ഇപ്പോൾ നല്ലതുപോലെ മിക്സ് ആയിട്ടുണ്ട്. ഇനി ഇത് ജ്യൂസിലേക്ക് ഒഴിച്ച് കൊടുക്കാം. ഒരു 10 മിനിറ്റ് നേരം നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കിക്കൊണ്ടിരിക്കണം. ഇളക്കും തോറും തിക്കായി വരും. അത് ചെറുതായിട്ട് കുറുകി വരുന്നുണ്ട്, കണ്ടോ? നമ്മൾ കുറേ സമയം കൂടി ഇതുപോലെ ഇളക്കാം. ഇപ്പോൾ ഒരു 10 മിനിറ്റ് ആയിട്ടുണ്ട്. കുട്ടി ഇത് കണ്ടോ, ഇതേപോലെ ജെല്ല്. ഇനി നമുക്കിത് ഒരു മിനിമം ഒരു 3 മണിക്കൂറെങ്കിലും ഇത് പുറത്ത് വയ്ക്കണം. എന്നാലാണ് ആ ഗമ്മ ശരിക്കും ഇതിൽ മിക്സ് ആവുള്ളൂ. അപ്പോൾ അങ്ങനെ നല്ലോണം കവർ ചെയ്ത് 3 മണിക്കൂറെങ്കിലും മിനിമം വെക്കണം. ഇനിയിപ്പോൾ ഒരു ദിവസം ഇരുന്നാലും കുഴപ്പമൊന്നുമില്ല. ഇതുപോലെ നമുക്ക് പുറത്ത് വയ്ക്കാം. ഇപ്പോൾ ജെല്ല് സെറ്റാകാൻ വെച്ചിട്ട് 4 മണിക്കൂർ കഴിഞ്ഞു. ഇനി നമുക്കൊന്ന് നോക്കാം. നല്ല തിക്കായിട്ടുണ്ട്, കണ്ടോ ജെല്ല്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ വൈറ്റമിൻ ഇ ഓയിലും 1 ടീസ്പൂൺ റോസ് വാട്ടറും ഒഴിച്ചു കൊടുക്കാം. ഇനിയിപ്പോൾ റോസ് വാട്ടറിൻ്റെ സ്മെല്ല് ഇഷ്ടമല്ലാത്തവർക്ക് അത് ഒഴിവാക്കാവുന്നതാണ്. രണ്ടും സ്കിന്നിന് വളരെ നല്ലതാണ്. ഇനി 1 മിനിറ്റ് നേരം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ അലോവേര ജെല്ലി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾ കണ്ടല്ലോ, നല്ല ജെല്ല് നമുക്ക് വീട്ടിൽ തന്നെ ഇതുപോലെ തയ്യാറാക്കാവുന്നതാണ്. ഇനി നമുക്കൊരു ബോട്ടിലിട്ട് വയ്ക്കാം. നമ്മൾ ഫ്രഷ് അലോവേര ജ്യൂസ് വെച്ച് ചെയ്യുമ്പം ജെല്ലിന് ഈ ഒരു കളറായിരിക്കും. നമ്മൾ പുറത്തുനിന്ന് വാങ്ങുന്ന ജ്യൂസ് വാങ്ങി ചെയ്യുമ്പോഴാണ് അതൊരു ട്രാൻസ്പെറൻറ്റ് ഇതിൽ വരുന്നത്. അപ്പോൾ എപ്പോഴും നല്ലത് ഇതുപോലെ നമ്മൾ വീട്ടിൽ തന്നെയുള്ള അലോവേര വെച്ച് ചെയ്യുന്നതായിരിക്കും. അലോവേര ജെല്ല് ഇവിടെ റെഡി ആയിട്ടുണ്ട്, കണ്ടോ? ഇപ്പോൾ ഞാൻ സാധാരണ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഞാനിത് ഫ്രിഡ്ജിൽ വയ്ക്കും. ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഞാൻ ഒരാഴ്ചത്തേക്കുള്ളത് എടുത്തിട്ട് ചെറിയൊരു ഡബ്ബയിലാക്കി വെച്ചിട്ട് അങ്ങനെയാണ് ഞാൻ ഉപയോഗിക്കുന്നത്. കാരണം നമ്മളിത് കേടാകാതിരിക്കാനായിട്ട് വേറെ ഒന്നും പ്രിസർവേറ്റീവ്സ് ഒന്നും ചേർക്കുന്നില്ലല്ലോ. അപ്പോൾ നമ്മളിത് ഫ്രിഡ്ജ് സൂക്ഷിക്കുന്നതായിരിക്കും നല്ലത്. ഇത് ഉപയോഗിക്കുന്ന സമയത്ത് പെട്ടെന്ന് ഡ്രൈ ആവുകയാണെങ്കിൽ ഇതിൽ നമുക്ക് വെളിച്ചെണ്ണയോ അല്ലെങ്കിൽ വൈറ്റമിൻ ഇ ഓയിലോ ബദാം ഓയിലോ ഏതെങ്കിലും നമുക്കിതിൽ ആഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ അലോവേര ജെൽ എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് കണ്ടല്ലോ. അപ്പോൾ ഞാൻ ഉണ്ടാക്കുന്ന ഒരു രീതിയാണ് ഇപ്പം ഞാൻ കാണിച്ചു തന്നത്. അപ്പോൾ നിങ്ങളും ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. നമ്മൾ പുറത്തുനിന്ന് വാങ്ങുന്നതിൽ എന്തുകൊണ്ടും നല്ലതായിരിക്കും നമ്മൾ വീട്ടിൽ തന്നെ തയ്യാറാക്കുകയാണെങ്കിൽ. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായി ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും എൻ്റെ ചാനൽ കാണണം. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ ഷെയർ ചെയ്യുകയും വേണം. പുതിയ വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ.